പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് 24 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് തൊപ്പിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജാമ്യം എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ വിട്ടയച്ചു എന്നുള്ളതാണ്. 2 കേസുകൾ ഉണ്ടായിട്ടും തൊപ്പിയെ എന്തുകൊണ്ടാണ് വിട്ടയച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായൊരു ഉത്തരവുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ടും തൊപ്പിക്ക് ഒരു വലിയ നഷ്ടമുണ്ട്. വേറൊന്നുകൊണ്ടല്ല, അയാൾ യൂസ് ചെയ്തിരുന്ന മൊബൈൽ ഫോണുകൾ, അതോടൊപ്പം തന്നെ അയാളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അഥവാ അയാൾ ഗെയിം കളിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന അയാളുടെ വസ്തുക്കൾ, ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുകൂടാതെ ഹാർഡ് ഡിസ്ക്, അയാളുടെ ക്യാമറ, ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതായത് അയാൾക്ക് ഇനി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങേണ്ടി വരും, ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങേണ്ടി വരും. അങ്ങനെയുള്ള എല്ലാ സാധന സാമഗ്രികളും ഇനി പുതിയതായിട്ട് വാങ്ങേണ്ടി വരും. ഇപ്പൊ എനിക്കിത് എല്ലാവരോടായിട്ട് പറയാനുള്ളതാണ്, വേറൊന്നുമല്ല. ഇപ്പൊ തൊപ്പിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു, കാരണം ബൈലബിൾ ഒഫൻസ് ആയതുകൊണ്ടാണ്. ജാമ്യം കിട്ടുന്ന വകുപ്പുകളായതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആദ്യഘട്ടത്തിലുള്ള FIR-ലുള്ള വകുപ്പുകളല്ലായിരുന്നു പിന്നീട് അവരതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ അടക്കം ചേർത്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് തൊപ്പി റിമാൻഡ് ആവാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 354A ഉണ്ട്, അതുപോലെ തന്നെ 509 ഉണ്ട്. IT ആക്ട് 67 വളരെ ഗുരുതരമായ ഒരു വകുപ്പാണ്. എന്നാൽ പോലും തൊപ്പിയുടെ കേസിൽ അതൊരു ബൈലബിൾ ഒഫൻസ് ആയി. വേണമെങ്കിൽ അതിനെ നോൺ ബൈലബിൾ ആക്കാനും പോലീസിന് പറ്റും. പക്ഷെ പോലീസ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഇടപെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇയാൾ നടത്തിയിട്ടുള്ള അശ്ലീല പരാമർശങ്ങൾ വളരെ ഗൗരവവും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഇതേ നിലപാടുകൾ മറ്റുള്ള കേസുകളിൽ എന്തുകൊണ്ട് പോലീസ് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് തന്നെ വേണം ഇത് പറയാൻ. പറഞ്ഞുകൊണ്ടല്ല, പലരും പറയാണ് പോലീസ് തൊപ്പിയുടെ കേസിൽ കാണിച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു മിന്നൽ നീക്കം അതിൽ കാണിക്കേണ്ട എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ ഹൈക്കോടതി അടക്കം അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോലും അറസ്റ്റ് ചെയ്യാത്ത നിരവധി ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തൊപ്പിയെ കേവലം ബൈലബിൾ ഒഫൻസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പൊതുവികാരമാണ്. തൊപ്പിക്കെതിരെ ഒരു വലിയ പൊതുവികാരം ഉണ്ടായിട്ടുണ്ട്. അത് മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയുള്ള എല്ലാ പാർട്ടികളും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു പൊതുവികാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ അറസ്റ്റ് തടയാൻ ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഒരു വിളിയും ഉണ്ടായിട്ടുണ്ടാകില്ല. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള അശ്ലീല പരാമർശങ്ങൾ, ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളൊരു ചാനലിലൂടെയോ അതല്ല എങ്കിൽ നമ്മുടെ ഒരു ഫേസ്ബുക്കിലെ ഏതെങ്കിലും ഒരു വാളിലൂടെയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നടപടി നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ എക്യുപ്മെന്റ്സും, നിങ്ങൾ ആ ഒരു പരാമർശം നടത്താൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഹാർഡ് ഡിസ്ക് മുതൽ ക്യാമറ, കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും, നിങ്ങളുടെ മൊബൈൽ ഫോൺ അടക്കം എല്ലാം ഇവർ പിടിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇവിടെ തൊപ്പിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിരിക്കും, യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷ എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പറയപ്പെടുന്ന 24 മണിക്കൂർ പോലും കസ്റ്റഡിയിൽ വെക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് വിടുന്ന ഈ ഒരു പ്രൊസീജിയർ അല്ല യഥാർത്ഥത്തിലുള്ള മുട്ടൻ പണി എന്ന് പറയുന്നത്. മറിച്ച് ഏറ്റവും വലിയ ഒരു പണി എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത് തന്നെ ഇത്രയും വലിയ പൈസകൾ കൊടുത്തിട്ടായിരിക്കാം സ്വാഭാവികമായിട്ടും ഒരു എഡിറ്റിംഗ് സിസ്റ്റം വാങ്ങുക. കാരണം നല്ല ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സിസ്റ്റം ആവശ്യമാണ്. ലോക്കലായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ അതൊന്നും നടക്കില്ല. നല്ല ഗ്രാഫിക് കാർഡ് വേണം, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വേണ്ട ഒരുപാട് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പെടുന്നതിനെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ നഷ്ടമായിരിക്കും. യഥാർത്ഥത്തിൽ ഇത്തരം കേസുകളിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. IT ആക്ട് 67 ഏറ്റവും വലിയ നടപടിക്രമങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. അതായത് ഏതൊരു വസ്തുവിൽ നിന്നാണോ നിങ്ങൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ആ വസ്തു കൊണ്ടുപോകണമെന്നുള്ളതാണ്. ഇവിടെ തൊപ്പിക്കെതിരെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് അതും IT ആക്ട് 67 ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അത് പ്രത്യേക DGPയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ വളാഞ്ചേരി പോലീസിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയെ രാവിലെ കൊണ്ടുവരുന്നു, അയാളെ ചോദ്യം ചെയ്യുന്നു, അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ട് അയാളെ കണ്ണപുരത്തേക്ക് കൊണ്ടുപോകണം.
കാരണം അവിടെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് അയാളെ കണ്ണപുരം കൊണ്ടുപോയിട്ട് കണ്ണപുരത്ത് എത്തിയിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കലാണ് ഒരു പതിവ് രീതി. പക്ഷെ തൊപ്പിയുടെ വിഷയത്തിൽ അതും ഉണ്ടായില്ല. അതുണ്ടാവാതെ തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം തന്നെയാണ്. അതല്ല എങ്കിൽ നാളെ രാവിലെ വരെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ തൊപ്പിക്ക് ഇരിക്കേണ്ടി വരുമായിരുന്നു. അതിനാൽ തന്നെ തൊപ്പി ആ വിഷയത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണപുരം പോലീസുകാർ നേരെ ഈ പറയപ്പെടുന്ന വളാഞ്ചേരി സ്റ്റേഷനിലേക്ക് എത്തുകയും വളാഞ്ചേരി സ്റ്റേഷനിലെത്തിയിട്ട് ഈ പറയപ്പെടുന്ന ആളുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം അയാളെ വിട്ടയച്ചു എന്നുള്ളതാണ്. അയാൾക്കിപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങളെ നിലവിലുള്ള FIR-ൽ പേടിക്കേണ്ടതില്ല. പക്ഷെ ഈ കേസ് കോടതിയിലുണ്ടാകും. 2 കേസുകൾ കോടതിയിലുണ്ടാകും. അപ്പോൾ ഈ 2 കേസുകളിലും ഇയാൾ കോടതിയിൽ നിന്ന് ഇപ്പോൾ കോടതിയിൽ കേസ് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇയാൾ കോടതിയിൽ വെച്ച് ജാമ്യം എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേഷൻ ജാമ്യം മാത്രം പോരാ, കോടതിയിൽ ഒരു ആൾ ജാമ്യത്തിലൂടെ നിശ്ചിത ബോണ്ട് അടച്ചുകൊണ്ട് ജാമ്യം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് എല്ലാ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നമ്മളെ പല രീതിയിൽ വേട്ടയാടി, നമ്മളൊരു സത്യം പറയുന്നത് കൊണ്ട് ചിലപ്പോൾ പല രീതികളിൽ നമ്മളെ വേട്ടയാടി എന്ന് വന്നേക്കാം. അതിൻ്റെ പേരിലൊന്നും പ്രശ്നമില്ല. അല്ലാത്ത രീതിയിൽ വായിൽ തോന്നിയതൊക്കെ നമ്മൾ വിളിച്ചു പറയാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, വായിൽ തോന്നിയതൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഒന്നുമില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന ആളിന് നേരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകളിലൊക്കെ ഈ 354A എന്നൊക്കെ പറയുന്നത് സെക്ഷൽ പരാമർശങ്ങളാണ്. അതായത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള വകുപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇയാൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലൂന്നിയിട്ടാണ്. കേവലം ഈ ഗതാഗത തടസ്സം നടത്തി, അതല്ല എങ്കിൽ അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ഒരു വളിപ്പാട്ട് എന്നുള്ളതിൻ്റെ പേരിലല്ല ഇയാൾക്കെതിരെ FIR ഉള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ ഇയാളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ ഊന്നിയിട്ടുള്ള വകുപ്പുകളടക്കം ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ 2 കേസുകളിലും തൊപ്പിക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത് കൊണ്ട് തന്നെ അയാൾ 24 മണിക്കൂറിനകം അയാൾ പുറത്ത് വന്നിരിക്കുകയാണ്. നോൺ ബൈലബിൾ ഒഫൻസുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, അത്തരത്തിലൊരു ഒഫൻസ് ആഡ് ചെയ്യാൻ പോലീസിന് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചത്. പക്ഷെ അപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തൊപ്പിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചു പറയാണ്, വേറൊന്നുമല്ല, കേവലം ഇതൊരു തൊപ്പിയുടെ കേസിൽ മാത്രം ഉണ്ടാകേണ്ട നടപടിക്രമങ്ങളല്ല. ഇത്തരത്തിൽ വർഗീയത പറയുന്ന, മതം പറഞ്ഞ് ജീവിക്കുന്ന, പച്ചക്ക് മനുഷ്യരെ വേട്ടയാടുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കടക്കം കൊണ്ടുപോകുന്ന പരാമർശങ്ങൾ നടത്തുന്ന എല്ലാവരെയും ഇത്തരത്തിലുള്ള നിയമ നടപടിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരണം. സത്യസന്ധമായിട്ട് നടപടിയെടുക്കണം. ഇപ്പോൾ വർഗീയതക്കെതിരെ പറയുന്ന ആളുകളെയാണ് പൊതുവെ FIR-കൾ കൊണ്ട് പോലീസ് വേട്ടയാടാറുള്ളത്. അപ്പൊ അത്തരം സമീപനങ്ങളിൽ നിന്ന് തൊപ്പിയുടെ കേസിലൊക്കെ കാണിച്ചതുപോലെയുള്ള ഇൻട്രസ്റ്റ് മറ്റുള്ള കേസുകൾ, ഇനി എത്ര രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും സംഘവും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിയെ വേണ്ട രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ മിന്നൽ നീക്കം യഥാർത്ഥത്തിൽ മറ്റുള്ള കേസുകളിലും കൂടി കാണിച്ചു കഴിഞ്ഞാൽ മലയാളികൾ പോലീസിന് കൈയടിക്കും. ഈ ഒരു കേസിൽ കാണിച്ചതുകൊണ്ട് മാത്രം കൈയടിക്കണമെന്നില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.